മനസ്സിൽ നിൻ വചനം സാന്ത്വനമായി നിറഞ്ഞിടട്ടെ. സ്നേഹത്തിനായുള്ളം കൊതിച്ചിടും നേരം മധുരിക്കും വചനം നീ പകർന്നിടണേ. സ്നേഹത്തിനായുള്ളം കൊതിച്ചിടും നേരം മധുരിക്കും വചനം നീ പകർന്നിടണേ. രക്ഷ ദൈവത്തിന്റെ ദാനം എന്ന സുവിശേഷ പ്രസംഗത്തിന്റെ 3-ാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. രക്ഷയ്ക്കോ ശിക്ഷയ്ക്കോ ഉള്ളതായ വഴി നമ്മുടെ മുമ്പിലുണ്ട്. ഇടുക്കവും ഞെരുക്കമുള്ളതായ ഒരു വഴി, വിശാലമായ മറ്റൊരു വഴി. ഇതിലേതാണ് നാം തിരഞ്ഞെടുക്കുക? നാം ആ കാൽവറിയിലേക്ക് നോക്കിയാൽ നമുക്കവിടെ 3 കുരിശെ കാണുവാൻ കഴിയും. 1 മാനസാന്തരപ്പെട്ട കള്ളൻ, 2 നടുവിൽ ക്രിസ്തു, 3 മാനസാന്തരപ്പെടാത്ത കള്ളൻ. ഈ മാനസാന്തരപ്പെട്ട കള്ളൻ അവൻ പാപിയാണ്, അവന്റെ ഉള്ളിൽ പാപമുണ്ട്. പക്ഷേ ഇപ്പോൾ അവന്റെ മേൽ പാപമില്ല. ആ പാപം ഇപ്പോൾ യേശുവിന്റെ മേലേക്ക് മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതാ യേശുവിന്റെ ഉള്ളിൽ പാപമില്ല. എന്നാൽ ആ കള്ളന്റെ മേലിരുന്ന പാപവും സകല മനുഷ്യവർഗത്തിന്റെ പാപവും യേശുവിന്റെ മേലിരിക്കുന്നു. രക്ഷയ്ക്കോ ശിക്ഷയ്ക്കോ ഉള്ളതായ വഴി നമ്മുടെ മുമ്പിലുണ്ട്. ഇടുക്കവും ഞെരുക്കമുള്ളതായ ഒരു വഴി, വിശാലമായ മറ്റൊരു വഴി. ഇതിലേതാണ് നാം തിരഞ്ഞെടുക്കുക? നാം ആ കാൽവറിയിലേക്ക് നോക്കിയാൽ നമുക്കവിടെ 3 കുരിശെ കാണുവാൻ കഴിയും. 1 മാനസാന്തരപ്പെട്ട കള്ളൻ, 2 നടുവിൽ ക്രിസ്തു, 3 മാനസാന്തരപ്പെടാത്ത കള്ളൻ. ഈ മാനസാന്തരപ്പെട്ട കള്ളൻ അവൻ പാപിയാണ്, അവന്റെ ഉള്ളിൽ പാപമുണ്ട്. പക്ഷേ ഇപ്പോൾ അവന്റെ മേൽ പാപമില്ല. ആ പാപം ഇപ്പോൾ യേശുവിന്റെ മേലേക്ക് മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതാ യേശുവിന്റെ ഉള്ളിൽ പാപമില്ല. എന്നാൽ ആ കള്ളന്റെ മേലിരുന്ന പാപവും സകല മനുഷ്യവർഗത്തിന്റെ പാപവും യേശുവിന്റെ മേലിരിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അങ്ങനെ സകല മനുഷ്യവർഗത്തിന്റെ ഈ പാപം യേശുവിന്റെ തലമേൽ ഇപ്പോൾ ഇരിക്കുകയാണ്. ആ മാനസാന്തരപ്പെടാത്ത കള്ളൻ, അവന്റെ ഉള്ളിലും പാപം, അവന്റെ മുകളിലും പാപം ഇരിക്കുന്നു. അതുകൊണ്ട് അവൻ നിത്യനാശത്തിലേക്ക് പോകും. ഉള്ളിൽ പാപമുണ്ടെങ്കിലും മാനസാന്തരപ്പെട്ട കള്ളന്റെ മേൽ പാപമില്ല. അതുകൊണ്ട് അവൻ നിത്യ സന്തോഷത്തിലേക്ക് പോകും. ഇതിനിടയിൽ യേശു നിൽക്കുന്നു. യേശു സകല മനുഷ്യവർഗത്തിന്റെയും പാപം വഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ആ ശവത്തോട് ചേർത്ത് കെട്ടപ്പെട്ട് കിടക്കുന്നതായി അരിഷ്ട മനുഷ്യൻ, അവനെ മരണം നിശ്ചയമാണ്. ഉടൻ ആരെങ്കിലും അവനെ വന്ന് രക്ഷിക്കുന്നില്ലെങ്കിൽ അവൻ അവിടെ നിന്ന് മോചനമില്ല. അവൻ മരിച്ചേ മതിയാകൂ. ആ ശവത്തോടൊപ്പം അഴുകി പുഴുത്ത് അവിടെ അവസാനിച്ചേ മതിയാകൂ. അവന്റെ നിലവിളി കേൾക്കാൻ ആരും തയ്യാറാകുന്നില്ല. ബന്ധുക്കളോ മിത്രങ്ങളോ ആരും അവനെ സഹായിക്കാൻ വരുന്നില്ല. സ്വന്തം ഭാര്യയോ മക്കളോ വരുന്നില്ല. സഹോദരങ്ങൾ വരുന്നില്ല. അങ്ങനെ ഒരു കണ്ണിനും ദയ തോന്നാത്ത വിധത്തിൽ ആ അരിഷ്ട മനുഷ്യൻ കിടക്കുന്നു. അവിടേക്ക് കടന്നു വന്നത് യേശു മാത്രമാണ്. അവനെങ്കിലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടു എന്ന് സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ അരിഷ്ട മനുഷ്യന്റെ നിലവിളി കേൾക്കുവാൻ യേശുവിന് മാത്രമേ കഴിഞ്ഞുള്ളൂ. യേശു അവിടേക്ക് കടന്നു വന്നു, അരിഷ്ട മനുഷ്യനെ സ്വതന്ത്രനാക്കി. അവന് പകരമായിട്ട് യേശു ആ സ്ഥാനം ഏറ്റെടുത്തു. ദൈവമക്കളെ, ഹിന്ദുവായി ജനിച്ചു വളർന്ന ഞാൻ എന്തുകൊണ്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു? മറ്റൊരു മാർഗവും എന്റെ മുമ്പിൽ ഇല്ലായിരുന്നു. യേശു അല്ലാതെ മറ്റാരും എന്നെ രക്ഷിക്കുകയില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് യേശുവിനെ സ്വീകരിച്ചു. എന്റെ പാപങ്ങളുടെ ശമ്പളമായ മരണം എനിക്ക് വേണ്ടി ഏൽക്കാൻ തയ്യാറായത് യേശു മാത്രമാണ്. ഈ ലോകത്തുള്ള ഒരു തത്വശാസ്ത്രത്തിനും എന്റെ പാപത്തെ പോക്കുവാൻ കഴിയുകയില്ല. നല്ല മനുഷ്യരെന്ന് പറയുന്ന ഈ ലോകത്തുള്ള ഒരു മനുഷ്യനും എനിക്ക് വേണ്ടി മരിച്ചില്ല. എന്റെ പാപങ്ങളുടെ ശമ്പളമായ മരണം എനിക്ക് വേണ്ടി അനുഭവിച്ചത് യേശു മാത്രമാണ്. അത് ബോധ്യമായതോടെ 17 വയസ്സുള്ളപ്പോൾ എല്ലാം വിട്ട് ഞാൻ യേശുവിന്റെ പിന്നാലെ ഇറങ്ങി. അനേക എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയും തൃണവൽക്കരിച്ചുകൊണ്ട് യേശുവിന്റെ പിന്നാലെ യാത്ര ചെയ്യുവാൻ എനിക്ക് കഴിഞ്ഞു. കാരണം യേശു എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് യേശുവിന്റെ പിന്നാലെ ഞാൻ ഇറങ്ങിത്തിരിച്ചു. എന്നും എന്റെ ഉള്ളിൽ ആ കാൽവറിയിലെ ക്രൂശുണ്ട്. എനിക്ക് വേണ്ടി സകല നിന്ദയും വഹിച്ചുകൊണ്ട് കാണുന്നവരൊക്കെയും മുഖം മറച്ചു കളയത്തക്കവണ്ണം അത്രമാത്രം വിരൂപനായിട്ട് എനിക്ക് വേണ്ടി അടിയേറ്റ് മുൾമുടി അണിഞ്ഞ് ആ ക്രൂശിൽ യേശു പിടയുന്ന കാഴ്ച എന്നും എന്റെ മനസ്സിലുണ്ട്. അതെന്റെ ഉള്ളിലുള്ളിടത്തോളം കാലം എനിക്ക് യേശുവിനെ വിട്ടുപോകാൻ സാധ്യമല്ല. സകല നിന്നയും ചുമന്നുകൊണ്ട് യേശു എനിക്ക് വേണ്ടി ആ കാൽവറിയിൽ യാഗമായി തീർന്നു. എന്നെ നേടുവാൻ വേണ്ടി കാൽവറി ക്രൂശിൽ മരിക്കുവാൻ യേശുവിന് ഒരു ലജ്ജയും തോന്നിയില്ല. ആ യേശുവിന്റെ പിന്നാലെ ഇറങ്ങുവാൻ എനിക്കും ലജ്ജ തോന്നിയില്ല.
അനേകരെന്നെ പഴിച്ചവരുണ്ട്, പരിഹസിച്ചവരുണ്ട്. എന്നാൽ പാട്ടുകാരൻ പറയുന്നത് പോലെ എന്നെ നേടുവാനുള്ളതായ ആ സന്തോഷം ഓർത്തപ്പോൾ നിന്ദകൾ സഹിച്ചുകൊണ്ട് മരിച്ചുപോയതായ ആ യേശുവിനെ ഓർത്ത് അവന്റെ പിന്നാലെ ഇറങ്ങുവാൻ എനിക്ക് ലജ്ജ തോന്നിയില്ല. എന്നെ നേടുവാൻ വേണ്ടി പൂർണ്ണ നഗ്നനായി ആ ക്രൂശിൽ കിടന്ന് പിടയുവാൻ യേശുവിന് നാണം തോന്നിയില്ലെങ്കിൽ യേശുവിന്റെ പിന്നാലെ ഇറങ്ങുവാൻ ഞാൻ എന്തിൽ ലജ്ജിക്കണം? ഈ ലോകത്തിലുള്ളതിനെ എല്ലാം തൃണവൽ ഗണിച്ചുകൊണ്ട് പിമ്പിലുള്ളതിനെ മറന്നുകൊണ്ട് മുൻപിലുള്ള പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുകയാണ്. യേശുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. അതുകൊണ്ടാണ് ലോകത്തിലുള്ളതിനെയൊക്കെയും തൃണവൽഗണിക്കുവാൻ എനിക്ക് കഴിയുന്നത്. ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ട ഏത് വ്യക്തിക്കും ഇത് പറയുവാൻ കഴിയും. യേശു പറയുന്നു, നീ വീണ്ടും ജനിച്ചേ മതിയാകൂ. ആദം പാപം ചെയ്തതോടുകൂടി മനുഷ്യവർഗത്തിന്റെ ആത്മാവെല്ലാം മരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആത്മീയ അർത്ഥത്തിൽ മരിച്ചവരായിട്ടാണ് നാം ജനിക്കുന്നത് തന്നെ. ദേഹമുണ്ട്, ദേഹിയുണ്ട്. മരിച്ച ഒരാത്മാവുമായിട്ടാണ് നാം എല്ലാം ജനിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ ആദാമായ, ഒടുക്കത്തെ ആദാമായ യേശു ജീവിപ്പിക്കുന്ന ആത്മാവാണ്. യേശു നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ആത്മാവ് ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ ദേഹവും ദേഹിയും ആത്മാവും ഉള്ളവരായിട്ട് നാം മാറും. യേശുവിന് മാത്രമേ നമ്മെ രക്ഷിക്കുവാൻ കഴിയൂ. കാരണം ആദാമിൽ എല്ലാവരും മരിക്കുന്നു, യേശുവിൽ എല്ലാവരും ജീവിക്കുന്നു. യേശു ജീവന്റെ ആത്മാവാണ്, ജീവിപ്പിക്കുന്ന ആത്മാവാണ്. യേശുവില്ലെങ്കിൽ നിന്റെ ജീവിതം വ്യർത്ഥമാണ്, പ്രതീക്ഷയില്ലാത്തതാണ്. നീ നിത്യനാശത്തിലേക്കാണ് പോകുന്നത്. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടക്കുന്ന നിനക്ക് നീ എത്ര തന്നെ പരിശ്രമിച്ചാലും ആ കുഴിയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടുവാൻ സാധ്യമല്ല. നിന്റെ നിലവിളി കേൾക്കുന്ന ഒരുവൻ പുറത്തുണ്ട്. അവനിതാ നിന്നെ രക്ഷിക്കുവാൻ വന്നിരിക്കുന്നു. നിനക്ക് വേണ്ടിയ കയറിട്ട് തരികയാണ്. അതിൽ നീ വിശ്വാസത്തോടെ ബലമായി പിടിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. നീ ആ കയറിൽ നിന്ന് വിടാതെ ബലമായി പിടിച്ചുകൊണ്ടിരിക്കുമെങ്കിൽ യേശു നിന്നെ ഉയർത്തി ആ കുഴിയിൽ നിന്നും, ആ കുഴിഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി നിന്റെ കാലുകളെ ഉറപ്പുള്ള ഒരു പാറമേൽ നിർത്തും. നിന്റെ ഗമനത്തെ സ്ഥിരമാക്കും. നിന്റെ വായിലവൻ പുതിയൊരു പാട്ട് തരും. അത് ദൈവത്തിന് സ്തുതി തന്നെയായിരിക്കും. പണ്ട് നീ നിലവിളിച്ചു കിടന്ന സ്ഥാനത്ത് നിന്ന് ദൈവത്തിന്റെ വെറും കൃപയാൽ അവൻ നിന്നെ ഉയർത്തി ഉറപ്പുള്ള ഒരു പാറമേൽ നിർത്തുവാനായി ഇതാ വിളിക്കുകയാണ്. യേശുവിലൂടെ അല്ലാതെ നിനക്ക് രക്ഷ പ്രാപിക്കുവാൻ കഴിയുന്നതല്ല. പാപത്തിന്റെ ശമ്പളം മരണമാകുന്നു. ലോകത്തിന്റെ പാപം ചുമന്നൊഴിച്ച ദൈവ കുഞ്ഞാടാണ് സകല മനുഷ്യവർഗത്തിനും വേണ്ടി യാഗമായി തീർന്നത്. ഈ കുഞ്ഞാടിന്റെ യാഗത്തിലൂടെ അല്ലാതെ നീ രക്ഷ പ്രാപിക്കുകയില്ല. യേശുവിൽ വിശ്വസിക്കുമ്പോൾ നിന്റെ പാപങ്ങളൊക്കെയും തികച്ചും സൗജന്യമായി മോചിക്കപ്പെടുകയാണ്. യേശുവിലൂടെ അല്ലാതെ നിന്റെ പ്രവൃത്തിയിലൂടെ നിനക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധ്യമല്ല. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, പ്രവൃത്തിയാലെങ്കിൽ കൃപയല്ല. നീ കൊടുത്തു തീർക്കാനുള്ള അവസാന ചില്ലിക്കാശ് വരെയും നിനക്ക് വേണ്ടി യേശു കൊടുത്തു തീർക്കുവാൻ തയ്യാറാണ്. യേശുവേ, എന്നെ രക്ഷിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മകനാകും. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കാനുള്ള അധികാരം ഇതാ ദൈവം നിനക്ക് തന്നിരിക്കുന്നു. അത് വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ നിനക്ക് രക്ഷിതാവായി സ്വീകരിക്കുവാൻ കഴിയുമെങ്കിൽ ബൈബിൾ വ്യക്തമായി പറയുന്നു, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. മറ്റൊരു പ്രവൃത്തിയും കാരണമല്ലാതെ തികച്ചും സൗജന്യമായി രക്ഷ ചെയ്ത ദൈവം നിനക്ക് നൽകുകയാണ്. ഇത് നീ സ്വീകരിക്കുമെങ്കിൽ ഇത് നിന്റെ പുതിയ ഒരു ജീവിതത്തിലുള്ള തുടക്കമാകുകയാണ്. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ദൈവവചനം വ്യക്തമായി പറയുന്നു, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ നീ എങ്ങനെ തെറ്റിയൊഴിയും? തികച്ചും സൗജന്യമായി നിന്റെ എല്ലാ പാപങ്ങളും ക്ഷമിച്ചു തരാമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കെ അത് നീ സ്വീകരിക്കാൻ തയ്യാറല്ലാതെ ഈ ലോകത്തിലെ ക്ഷണഭംഗുരമായ കാര്യങ്ങൾക്ക് പിന്നാലെ പോയി നിന്റെ ജീവിതം വ്യർത്ഥമാക്കിയാൽ, പാപമോചനം ലഭിക്കുവാനായിട്ടുള്ള അവസരം നീ വ്യർത്ഥമാക്കിയാൽ നിന്റെ നാശത്തിന് നീ തന്നെയായിരിക്കും ഉത്തരവാദി. സർവ്വലോകവും നേടിയിട്ടും നീ നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അതുകൊണ്ട് എന്തു പ്രയോജനം? 60, 70, 80 വർഷം മാത്രം നീളുന്ന ഈ ലോക ജീവിതത്തിലെ സുഖങ്ങൾ അനുഭവിച്ചിട്ട് അനന്തയുഗം നീ കഷ്ടതയാണ്, നരകമാണ് അനുഭവിക്കുവാൻ പോകുന്നതെങ്കിൽ അതുകൊണ്ട് എന്തു പ്രയോജനം? ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതാ യേശു നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നു. യേശുവിലൂടെ രക്ഷ പ്രാപിച്ചിട്ടില്ലാത്ത എല്ലാ വ്യക്തികളോടും ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം പറയുന്നു, സകല ഭൂസീമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിക്കുവിൻ. ഇതാ കാൽവറി ക്രൂശിൽ യേശു സകല മനുഷ്യവർഗത്തിന്റെയും പാപം വഹിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്കൊരു ശിക്ഷാവിധിയുമില്ല. യേശുവിലൂടെ ലഭിക്കുന്ന നിത്യരക്ഷ പ്രാപിക്കുവാനായിട്ട് ദൈവം നിങ്ങളെ വിളിക്കുന്നു. തികച്ചും സൗജന്യമായി അതാ രക്ഷ നിങ്ങൾക്ക് തരുവാനായി ദൈവം കാത്തു നിൽക്കുന്നു. ഈ അവസരം നഷ്ടമാക്കരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഏവർക്കും രക്ഷ പ്രാപിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഞാൻ ഈ വചനങ്ങൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ 28 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ പ്രസംഗങ്ങളുടെ കോപ്പി കൊടുക്കുവാനും ഏറ്റവും കൂടുതൽ ആളുകളെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നതിനും സഹായിച്ച സാൽവേഷൻ എന്ന ഈ സുവിശേഷ പ്രസംഗം കേൾക്കുവാൻ സന്മനസ് കാണിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഇതുപോലെയുള്ള സുവിശേഷ പ്രസംഗങ്ങൾ ലഭിക്കുന്നതിന് ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ അവയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മെ ഏവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കണ്ടാലും കാൽവറിയിൽ കുരിശിൽ ശിരസതു ചാഞ്ഞു പരൻ കണ്ടിടുമോ പ്രിയനെ നിനക്കാ തൂങ്ങിടുന്നു മൂന്നാണികളിൽ കണ്ടിടുമോ പ്രിയനെ നിനക്കാ തൂങ്ങിടുന്നു